തൃശ്ശൂരിൽ 8 നിലയിൽ പൊട്ടിയത് മാത്രമേ കോൺഗ്രസിന് ഓർമ്മയുള്ളൂ. പിന്നീട് അങ്ങോട്ട് അടിയോടടിയായിരുന്നു. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. തൃശ്ശൂർ DCC ഓഫീസിന് മുന്നിൽ DCC അംഗങ്ങളുണ്ട്, സൂക്ഷിക്കുക എന്നുള്ളൊരു ബോർഡ് വെക്കണത് നല്ലതായിരിക്കും. അല്ല, എപ്പോഴാണ് അടിപൊട്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ആകെ ശോകമുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ? നെഹി ജിൽ ജിൽ എന്ന് പറഞ്ഞിട്ടല്ലേ പ്രവർത്തകരും DCCയിലെ മുതലാളിമാരൊക്കെ നിൽക്കുന്നത്. എന്നാലും ചെറുതായിട്ടൊന്ന് ദയനീയ തോൽവി കിട്ടിയപ്പോഴത്തേക്കും ഇനി പൊതുപ്രവർത്തനത്തിനേ ഇല്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത് ശരിയാണോ? അതിലൊരു അച്ചടക്ക ലംഘനം ഇല്ലേ എന്നാണ് പലരും ചോദിക്കണത് കേട്ടോ മുരളീധരേട്ടാ. ഇത്ര അച്ചടക്കമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഹൈ, സ്വന്തം പാർട്ടി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിട്ടും ഒരു വേറും വാശിയും കണ്ടോ? നിങ്ങളിതൊക്കെ കണ്ടു പഠിക്കണം കേട്ടോ കോൺഗ്രസ്സുകാരെ. തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് പറഞ്ഞ് ഇനിയും ആരും ഇങ്ങനെ നിരാശരായിട്ട് ഇരിക്കരുത്. എല്ലാരും ഒന്ന് ഉഷാറാവ്, അടിച്ചു കയറി വാ. അടിയല്ല ഉദ്ദേശിച്ചത്, ഒന്ന് ഉഷാറാവാനാ പറഞ്ഞത്. മുരളീധരേട്ടന്റെ തോൽവിയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ കണ്ടത്. തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസ്സുകാരെ തോൽപ്പിച്ചതെന്നാണല്ലോ ആരോപണം ഉയർന്നത്. അത് കേട്ടപ്പോൾ സംശയം തോന്നിയവർക്ക് ഈ കൂട്ടത്തല്ല് കണ്ടപ്പോൾ എന്ത് തോന്നി? എല്ലാവരുടെയും സംശയങ്ങളൊക്കെ മാറിയല്ലോ അല്ലേ? പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ പാടുള്ളൂ, എപ്പോഴും പ്രതികരിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് തോൽവി ഉണ്ടാകുമ്പോൾ പ്രവർത്തകരിൽ പല വികാരങ്ങളുണ്ടാകും. ഇതിനാ രീതിയിൽ മാത്രം കണ്ടാൽ തോറ്റതിന്റെ വികാരാണ് ആ കണ്ടത്. അത്രേ ശരി, തമ്മിൽ തല്ലിട്ടാണോ മുരളീധരേട്ട വികാരം കാണിക്കേണ്ടത്? DCC പ്രസിഡന്റ് കയറി ആരെ തല്ലാനാ? DCC പ്രസിഡന്റ് വോട്ടർമാരെ പോയി തല്ലേ? വികാരം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും, അത് തീർന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. എന്താ മുരളീധരേട്ട പറഞ്ഞ? ഒന്നുകൂടെ പറഞ്ഞ. DCC പ്രസിഡന്റ് കയറി ആരെ തല്ലാനാ? DCC പ്രസിഡന്റ് വോട്ടർമാരെ പോയി തല്ലേ? വികാരം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കും, അത് തീർന്നു. ഞഞ്ഞായിട്ടുണ്ട്. DCC പ്രസിഡന്റ് അല്ലേ തല്ലിയത്? അതിപ്പോ എത്ര കാര്യാക്കാനൊന്നും ഇല്ലെന്ന്. തോൽവിയുടെ ആ ഒരു വികാരം ഉണ്ടാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചാവും. അതൊക്കെ ആ ഒരു സെൻസിലെടുത്താൽ മതി എന്നാണ് മുരളീധരേട്ടൻ പറയണത്. നല്ലോണം വളം വെച്ച് കൊടുക്കട്ടാ. ആ വളം വെക്കലിന്റെ ആഫ്റ്റർ എഫക്റ്റ് പിന്നെയും DCCയിൽ കണ്ടു. ഹൈ, തൃശ്ശൂർ DCC ഓഫീസിൽ പിന്നെ അടിപൊട്ടിയെന്ന്. എന്തിന്? അതും മുരളീധരേട്ടന്റെ തോൽവി തന്നെ കാരണം. DCC പ്രസിഡന്റ്, DCC സെക്രട്ടറി, DCC ജനറൽ സെക്രട്ടറി, അങ്ങനെ പദവികളിൽ ഒന്നിലും ഒരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ അടിയോട്ടെ. മർദ്ദനം, ഭീഷണിപ്പെടുത്തല്, തടഞ്ഞു വെക്കല്, എന്തൊക്കെയാണ് ഈ കൊച്ചു DCCയിൽ നടക്കുന്നത്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ ഞാൻ. ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊരു ഗ്രൂപ്പില്ലാത്ത ഒരാളാ. പാർട്ടി നന്നാവണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളൂ, വേറെ ഒന്നുമില്ല. എന്നെ ഒരു എന്ത് തള്ളി ഇവിടെ അല്ലല്ല കൈയേറ്റം ചെയ്യാൻ വന്നു. ഏതാ പാർട്ടിക്കാരാ? നമ്മുടെ പാർട്ടിക്കാർ ഇങ്ങനെ ചെയ്യില്ല. ഇവർക്ക് എത്ര കഴിവുണ്ടെങ്കിൽ ഇവര് CPM-കാര് BJP-കാരൊക്കെ അടിക്കിട്ടേ. പാവങ്ങൾ എത്ര പേര് രക്തസാക്ഷികളുണ്ട്. ഇത് കോൺഗ്രസ്സുകാരെ ഞങ്ങളുടെ തള്ളണ. DCC ഓഫീസിൽ അപ്പൊ ഗുണ്ടകളുണ്ടെന്നാണ് പറയുന്നത്. ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയില്ല. പ്രവർത്തനമാണ് ആയിരിക്കും. അത് കാരണമാണല്ലോ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നത്. എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പങ്കെടുക്കണില്ല. ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ പോവാ, ഞാൻ കോർപ്പറേഷനിലേക്ക് പോവാ. ചേട്ടൻ പിണങ്ങിപ്പോയി. അപ്പോൾ ഗ്രൂപ്പിലുള്ള ആളാണെങ്കിലും ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളാണെങ്കിലും തൃശ്ശൂർ DCC ഓഫീസിൽ ചെന്നാൽ അപ്പടി കിട്ടുന്ന ഉറപ്പാണ്. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരാണ് K മുരളീധരനെ തോൽപ്പിച്ചത്. അതുകൊണ്ട് ജോസ് വള്ളൂർ രാജിവെച്ച് പുറത്തു പോകണമെന്നായിരുന്നു ഒരു പക്ഷത്തിന്റെ ആവശ്യം. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം സ്ഥാനാർത്ഥി അന്നത്തെ ദിവസം വന്നും കൊണ്ട് ജനങ്ങളെ രത്തിക്ക് ചെല്ലാണ്. ആ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന രീതിയിലുണ്ട് ഇല്ലേ ഒരു വോട്ട് കിട്ടല്. അതുപോലെയല്ല വെറുതെ ചെല്ലുക, കാണിക്കുക, പോരുക. വോട്ടിന്റെ തൊട്ടരത്ത് പ്രത്യക്ഷപ്പെടുക. പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയണ്? നിരപരാധിയായ ജോസേട്ടനെ എന്തിനതിലേക്ക് വലിച്ചിട്ടു? ഇതുപോലൊരു DCC പ്രസിഡന്റിന് ഉണ്ടാവില്ല. അത്ര നല്ല DCC പ്രസിഡന്റ് ആയിരുന്നു. കരയില് ചേച്ചി, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അയ്യോ, ഇത്ര തങ്കപ്പെട്ട DCC പ്രസിഡന്റ് ജോസേട്ടനെയാണോ നിങ്ങൾ എല്ലാരും കൂടി ക്രൂശിച്ചത്? ആ DCC പ്രസിഡന്റിന് നിസ്സാര കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോട്ട് തോൽക്കൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് തന്നെയാണ്. അത് DCC പ്രസിഡന്റിന്റെ തലയിലേക്ക് ഇടുന്നത് ശരിയായ കാര്യമല്ല. അതെ,
തോൽവി അവർക്കൊരു പുത്തിരിയല്ലോ. എന്നിട്ട് എന്തിനാണ് ജോസേട്ടനെ മാത്രം എല്ലാവരും കുറ്റം പറയണത്? ഇനി തൊട്ടപ്പുറത്ത് വേറൊരു വെറൈറ്റി കാച്ചിലുണ്ട്, അത് കേൾക്കാം. DCC പ്രസിഡന്റ് DCC സെക്രട്ടറിന്റെ കൊങ്ങയ്ക്ക് പിടിച്ചു എന്നാണ് അടുത്ത പരാതി. പാവം കൊങ്ങയ്ക്ക് പിടിച്ച അതിന്റെ ഒച്ചയും പോയി. അടിയും ആക്രമണവും DCC ഓഫീസിൽ മാത്രമല്ല വീട്ടിലും എത്തി. മുരളീധരേട്ടന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തകരുടെ ആ ഒരു വികാരം DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ വീട് ആക്രമിക്കുന്നതിലേക്ക് വരെ എത്തി. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസ് വള്ളൂരിനെ കൊണ്ടും UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് MP വിൻസെന്റിനെ കൊണ്ടും നേതൃത്വം രാജി എഴുതി വാങ്ങിപ്പിച്ചിട്ടുണ്ട്. VK ശ്രീകണ്ഠനാണ് ഇപ്പൊ തൃശൂർ DCC പ്രസിഡന്റിന്റെ ചുമതല. തോറ്റാലും ജയിച്ചാലും തമ്മിൽ തല്ലുന്ന ഒരു പ്രത്യേക തരം പാർട്ടിയായി പോയല്ലോ ഇത്. ഇങ്ങനെ പോവാണെങ്കിൽ സ്നേഹത്തിന്റെ കട മിക്കവാറും മെഡിക്കൽ കോളേജിൽ തുടങ്ങേണ്ടി വരും. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.